കേസിൽ നടൻ സിദ്ദിഖിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ സിദ്ദിഖ് വന്നത്. പിന്നീട് ചോദ്യം ചെയ്യാനായി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കൺട്രോൾ റൂമിൽ സംഘാംഗമായ SP മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ശനിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിൽ ജയസൂര്യയെ 15-ാം തീയതി ചോദ്യം ചെയ്യും. BV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാവിലെ 10 മണിയോടെയാണ് നടൻ സിദ്ദിഖ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിയത്. തുടർന്ന് സിദ്ദിഖിനോട് കൺട്രോൾ റൂമിലേക്ക് എത്താൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് സിറ്റി കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. ഇവിടെ ചോദ്യം ചെയ്യാനുള്ള പ്രത്യേക സംവിധാനം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദിഖിനോട് ഇവിടേക്ക് എത്താൻ നിർദ്ദേശിച്ചത്. 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു. പരാതിക്കാരി നേരത്തെ തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ പ്രത്യേകം ചോദ്യാവലിയായി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം എത്തിയത്. മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. എന്നാൽ സിദ്ദിഖ് ഈ ആരോപണങ്ങൾ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയതാണെന്നും ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും മർദ്ദിച്ചു, അതിനുശേഷം ലൈംഗികമായി പീഡിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ സിദ്ദിഖ് നിഷേധിച്ചു. വളരെ നേരം നടന്ന ചോദ്യം ചെയ്യൽ, ഈ 2.5 മണിക്കൂർ നേരം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തു. സിദ്ദിഖിന്റെ കേസുമായി ബന്ധപ്പെട്ട് 22 വരെ അറസ്റ്റ് പാടില്ലെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. സിദ്ദിഖ് ആകട്ടെ താൻ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ സന്നദ്ധനാണ് എന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം ഇമെയിൽ സന്ദേശം അന്വേഷണ സംഘത്തിന് അയക്കുകയും ചെയ്തു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സിദ്ദിഖിനെ വളരെ പെട്ടെന്ന് വിളിച്ചു വരുത്തിയത്. ചില നിയമസാധ്യതകൾ കൂടി പരിശോധിച്ചാണ് സിദ്ദിഖ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്നും വിലയിരുത്തപ്പെടുന്നു. അതായത് ചോദ്യം ചെയ്യൽ 22 വരെ ഉണ്ടായില്ലെങ്കിൽ പിന്നീട് സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തുകയും മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും അറസ്റ്റിന് തടസ്സമില്ലെന്ന് കോടതി പറയുകയും ചെയ്താൽ സ്വാഭാവികമായും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, കസ്റ്റഡിയിൽ സിദ്ദിഖിനെ വിട്ടുകൊടുത്താൽ സിദ്ദിഖ് തുടർന്ന് റിമാൻഡിൽ പോകാനുള്ള സാഹചര്യവും ഒരുങ്ങും. അതുകൊണ്ട് തന്നെയാണ് സ്വമേധയാ ഇങ്ങനെ ചോദ്യം ചെയ്യലിന് തയ്യാറാകാൻ നടൻ തയ്യാറായത്. ഇന്ന് രാവിലെ ചലച്ചിത്രതാരം ബിജു പപ്പൻ സിദ്ദിഖിനൊപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിർമ്മാതാവ് ചന്ദ്രകുമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സിദ്ദിഖിന്റെ മകനും ഒപ്പമുണ്ടായിരുന്നു. ചോദ്യം ചെയ്യൽ സമയത്തും ഇവർ 3 പേരും ഈ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഈ മാസം 12-ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി സിദ്ദിഖിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. BV വിനോദ്, News 18 തിരുവനന്തപുരം.